അനേകം പരാജയങ്ങളിലൂടെ വിജയങ്ങളിലെത്തിയ സുപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: വിജയത്തിന് തൊട്ടടുത്തെത്തി എന്നത് തിരിച്ചറിയാതെ പരിശ്രമം നിർത്തുന്നതാണ് മിക്കവരുടെയും വലിയ പരാജയം. അതെ, എത്ര പ്രവർത്തിച്ചിട്ടും നല്ലൊരു ഫലം കാണാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശപ്പെട്ട് തളർന്നിരിക്കുന്ന അനേകരുണ്ട് നമ്മുടെ ഇടയിൽ. പ്രയത്നങ്ങൾ വിഫലമാകുമ്പോഴും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോഴും അസാധ്യതകൾ മാത്രം മുൻപിൽ കാണുന്നവർക്കായി പ്രതീക്ഷകളുടെ വിജയത്തിന്റെ മാർഗം വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വാക്യം: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആരാണ് ഈ അവൻ? 2-ാം വാക്യത്തിൽ പറയുന്നു: ദൈവത്തിന്റെ നിയമങ്ങളിൽ സന്തോഷിക്കുന്നവൻ, ആ വചനങ്ങളെ രാവും പകലും ധ്യാനിക്കുന്നവൻ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അങ്ങനെയുള്ളവർക്ക് നിരാശകൾ വരില്ല എന്നർത്ഥമില്ല. എന്നാൽ അവർ വാടി തളർന്നു പോകയില്ല. വീണ്ടും പരിശ്രമിക്കാൻ ദൈവവചനം അവർക്ക് ശക്തി പകർന്നു കൊടുക്കും. അങ്ങനെയുള്ളവർ ഒരു നാൾ തങ്ങളുടെ പ്രയത്നങ്ങൾ സാധ്യമായി തീരുന്നത് കാണുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, തിരുവചന ധ്യാനങ്ങളിലൂടെ ജീവിത വിജയം കണ്ടെത്താൻ കർത്താവ് നിങ്ങൾക്ക് ഇന്നും കൃപയരുളുമാറാകട്ടെ. ആമേൻ.